ശ്രീ കല്ലേരിക്കുട്ടിച്ചാത്തൻ തിറമഹോത്സവം ഡിസംബർ 12 മുതൽ 20 വരെ കൊണ്ടാടുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 9 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൽ വിവിധ ക്ഷേത്ര ചടങ്ങുകളും കലാപരിപാടികളും അരങ്ങേറും. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. വടക്കേ മലബാറിലെ കുട്ടിച്ചാത്തൻ ക്ഷേത്രങ്ങളിൽ ഏറെ പ്രസിദ്ധമായ ക്ഷേത്രമായ ശ്രീ കല്ലേരിക്കുട്ടിച്ചാത്തൻ ക്ഷേത്രത്തിറ മഹോത്സവം ഡിസംബർ 12 മുതൽ 20 വരെ കൊണ്ടാടുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശ്രീ കുട്ടിച്ചാത്തൻ ക്ഷേത്ര തിറമഹോത്സവം എല്ലാ വർഷവും മലയാള മാസം ധനു ആദ്യത്തെ വെള്ളിയാഴ്ചയാണ് ആരംഭിക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിസംബർ 12 തീയതി മുതൽ 20 വരെ വിവിധ കലാപരിപാടികളോട് കൂടി ഈ വർഷത്തെ തിറമഹോത്സവം കൊണ്ടാടുകയാണ്. അതിൻ്റെ ആദ്യ ഭാഗമായി ക്ഷേത്രം ചെയ്തു വരുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, പിന്നെ അതുപോലെ തന്നെ 3 ഹൈസ്കൂളുകളിലെ 10ാം ക്ലാസ്സിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളെ അനുമോദിക്കൽ. അപ്പോൾ അതിന് ഏകദേശം 350 കുട്ടികളോളം ഈ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് തന്നെ ക്ഷേത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ശരിയായ രീതിയിൽ പുലർത്തി മുന്നോട്ട് പോകുന്നൊരു ക്ഷേത്രമാണ് കല്ലേരിക്കുട്ടിച്ചാത്തൻ ക്ഷേത്രം. 12 നടക്കുന്ന ഗസൽ സന്ധ്യയോടുകൂടി ഉത്സവം കൊടിയേറും. ശേഷം 14 നടക്കുന്ന സാംസ്കാരിക സദസ്സ് VT മുരളി ഉദ്ഘാടനം ചെയ്യും. 9 ദിവസങ്ങളിലായി നടക്കുന്ന ഉത്സവത്തിൽ ഗുളികൻ വെള്ളാട്ടം, കുട്ടിച്ചാത്തൻ വെള്ളാട്ടം, താലപ്പൊലി, പൂക്കലശം വരവ് തുടങ്ങി വിവിധ ക്ഷേത്ര ചടങ്ങുകളും നിരവധി കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും അരങ്ങേറും. ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പ്രാദേശിക കലാസമിതികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ കലാസമിതികൾ വിവിധ ദിവസങ്ങളിലായിട്ട് കലാപരിപാടികൾ അവതരിപ്പിക്കും. പിന്നെ ഡിസംബർ 18 വ്യാഴാഴ്ച നട്ടത്തറയാണ് പ്രധാന ഉത്സവ ദിവസമാണ്. ഡിസംബർ 19 വെള്ളിയാഴ്ചയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അന്ന് വിവിധങ്ങളായ പരിപാടികളും അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ ചടങ്ങുകളും നടക്കുന്നുണ്ട്. ഡിസംബർ 20 വിവിധ തറകളും അതോടൊപ്പം തന്നെ ആരോഗ്യപരമായ പ്രവർത്തനങ്ങളും അന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഡിസംബർ 12 മുതൽ 20 വരെ നടക്കുന്ന ക്ഷേത്രോത്സവം വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ വർഷത്തെ ഉത്സവാഘോഷത്തിന് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.